നമസ്കാരം. റേഡിയോ മുക്കം പ്രാദേശിക വാർത്തകൾ. അരിപ്പാറയിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിന് ദാരുണാന്ത്യം. വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. അരീക്കോട് സ്വദേശിനിയായ 10 വയസ്സുകാരിക്ക് രോഗം സ്ഥിരീകരിച്ചു. മുക്കം അഗസ്ത്യൻമൊഴി സ്പായിലെ മോഷണം. യുവാവ് അറസ്റ്റിൽ. 14-കാരനെ ഒരാഴ്ചയായി കാണാനില്ലെന്ന് പരാതി. അന്വേഷണം ആരംഭിച്ച് കോടഞ്ചേരി പോലീസ്. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട യുവാവിന്റെ വീട്ടിലെത്തി മന്ത്രി 5 ലക്ഷം രൂപയുടെ ധനസഹായം കൈമാറി. വാർത്തകൾ വിശദമായി. അരിപ്പാറയിൽ ഒഴുക്കിൽപ്പെട്ട യുവാവ് മരിച്ചു. കൂരാച്ചുണ്ട് കൂട്ടാലിയുടെ പാത്തിപ്പാറ കൊച്ചുവീട്ടിൽ ജസ്റ്റിനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ കുളിക്കാനിറങ്ങി നീന്തവെയാണ് അപകടം നടന്നതെന്നാണ് വിവരം. കൂരാച്ചുണ്ട് സ്വദേശികളായ 2 പേർ ഒരുമിച്ചാണ് ഇവിടെ എത്തിച്ചേർന്നത്. നാട്ടുകാരും ലൈഫ് ഗാർഡും ചേർന്നാണ് യുവാവിനെ പുറത്തെടുത്തതെന്നാണ് വിവരം. അരിപ്പാറയിൽ 28ഓളം അപകട മരണങ്ങൾ ഉണ്ടായതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട ജബ്ബാറിന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാരിന്റെ ധനസഹായം കൈമാറി. വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും തിരുവമ്പാടി MLA ലിൻഡോ ജോസഫും ജബ്ബാറിന്റെ ഓടത്തെരുവിലുള്ള വീട്ടിലെത്തിയാണ് 5 ലക്ഷം രൂപയുടെ ചെക്ക് കുടുംബാംഗങ്ങൾക്ക് കൈമാറിയത്. തിങ്കളാഴ്ച രാത്രി 11 മണിയോടെ ഓമശ്ശേരി മുടൂരിൽ വെച്ചാണ് ജബ്ബാർ അപകടത്തിൽപ്പെടുന്നത്. ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന ജബ്ബാറിന്റെ മുന്നിലേക്ക് കാട്ടുപന്നി കുറുകെ ചാടിയതോടെ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഇദ്ദേഹം ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് മരണത്തിന് കീഴടങ്ങിയത്. മുക്കം അഗസ്ത്യൻമൊഴിയിൽ പ്രവർത്തിക്കുന്ന മൂൺലൈറ്റ് സ്പായിൽ കയറി അതിക്രമവും മോഷണം നടത്തിയ സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അരീക്കോട് സ്വദേശി മുഹമ്മദ് ആഷിഖിനെയാണ് മുക്കം പോലീസ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. കേസിൽ മലപ്പുറം സ്വദേശി മുഹമ്മദ് റിൻഷാദ് കൂടി പിടിയിലാകാനുണ്ട്. കഴിഞ്ഞ ജൂൺ 12-നാണ് മുക്കം അഗസ്ത്യൻമൊഴിയിലെ സ്പായിൽ ഇരുവരും ചേർന്ന് അക്രമം നടത്തിയത്. സ്ഥാപനത്തിലെ CCTVയും കമ്പ്യൂട്ടർ മോണിറ്ററും നശിപ്പിച്ച ഇവർ അവിടെയുണ്ടായിരുന്ന മൊബൈൽ ഫോണും പണവും കവരുകയും ചെയ്തു. അക്രമത്തിന്റെ CCTV ദൃശ്യങ്ങൾ സഹിതം സ്ഥാപന ഉടമ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. അരീക്കോട് സ്വദേശിനിയായ 10 വയസ്സുകാരിക്ക് രോഗം സ്ഥിരീകരിച്ചു. കുട്ടി സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചിരുന്നതായാണ് വിവരം. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതോടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 11 പേർ ഇവിടെ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 14-കാരനെ കാണാതായിട്ട് ഒരാഴ്ച. ഓമശ്ശേരി പഞ്ചായത്തിലെ ചുണ്ടക്കുന്ന് 4 സെന്റ് ഉന്നതിയിലെ പുത്തൻപുരക്കൽ വീട്ടിൽ വിജിത് വിനീത് എന്ന 14-കാരനെയാണ് ഒരാഴ്ചയായി കാണാനില്ലെന്ന് പരാതി ലഭിച്ചത്. ഓണ ദിവസം കൂട്ടുകാരോടൊപ്പം സിനിമ കാണാൻ പോവുകയാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണെന്നാണ് വിവരം. എന്നാൽ ഇതുവരെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. കോടഞ്ചേരി പോലീസ് കേസെടുത്തു. ഈ വിദ്യാർത്ഥിയെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ കോടഞ്ചേരി പോലീസ് നമ്പറായ 0495 223 6236 എന്ന നമ്പറിലേക്കോ ബന്ധപ്പെടണമെന്നാണ് അറിയിക്കുന്നത്. റേഡിയോ മുക്കത്തിന്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ.